കുർദിഷ് രാഷ്ട്രം ഇസ്രായേലും അമേരിക്കയും ചതിക്കുമെന്ന് കുർദിഷ് നേതാവ് പ്രഖ്യാപിച്ചു. അവരുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ലെന്നും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കില്ലെന്നുമാണ് ഇപ്പോൾ കുർദിഷ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുർദിഷ് വിഭാഗവുമായിട്ട് ചർച്ച നടത്തിയ ശേഷം സ്വയംഭരണ അവകാശം നിങ്ങൾക്ക് നൽകാം എന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെട്ടു. പക്ഷേ മുൻപ് ചതിച്ചിട്ടുണ്ട്, ഇനിയും ചതിക്കും, അങ്ങനെ ചതിക്കൂടാരത്തിൽ തങ്ങൾ പെടില്ല എന്നുള്ള മറുപടി നൽകിയതോടുകൂടി ഈ ഒരു ദൗത്യം വിജയിക്കില്ലെന്ന് ഏറെക്കുറെ അമേരിക്കക്കും ഇസ്രായേലിനും ഉറപ്പായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ തങ്ങളെ പറ്റിക്കാതിരിക്കുക എന്നുള്ളൊരു ചോദ്യം കുർദിഷുകൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നോക്കാം ഇവരുടെ അവസ്ഥയെ, കാര്യങ്ങൾ, ഇവർ ചതിക്കപ്പെടും എന്നവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്നൊക്കെ. 3 വിഷയമുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടുകൂടി ഈ തുർക്കി മേഖലകളിൽ വൻ ജനസംഖ്യയുള്ള വിഭാഗമായിരുന്നു കുർദിഷുകൾ. ഈ വിഭാഗങ്ങൾ അവർക്ക് രാജ്യം നൽകുമെന്ന് പറഞ്ഞു. ബ്രിട്ടൻ അവരെ പറ്റിച്ചു. അമേരിക്ക ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിൻ്റെ അതിർത്തിയിൽ ഒരുപാട്, അല്ലെങ്കിൽ ഇറാഖിൽ നല്ലൊരു ശതമാനം കുർദിഷുണ്ട്, അവർക്ക് രാജ്യം നൽകാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ സൈന്യത്തോടൊപ്പം ഇവർ ഒരു പരിധിവരെ ചേർന്ന് നിന്ന് സദ്ദാം ഹുസൈനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സദ്ദാം ഹുസൈൻ ഭരണത്തിൽ വീണു. പുതിയ ഭരണം അധികാരത്തിൽ വന്നതോടുകൂടി ഇവർക്ക് രാജ്യം കൊടുക്കുന്നതിൽ നിന്ന് അമേരിക്ക ഇവരെ പറ്റിച്ചു. മൂന്നാമതാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ ഭരണമാറ്റം ഉണ്ടാവും. ആ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിരിക്കുന്ന ഒരു അധികാര പരിധി അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് അനുവദിക്കും എന്നുള്ളത് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും പറഞ്ഞു. ഞങ്ങളൊരിക്കലും അത് വിശ്വസിക്കില്ല, ഞങ്ങളൊരിക്കലും ഇറാനെതിരെ നിലപാടെടുക്കില്ല എന്ന് കർക്കശമായി തന്നെ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ആ ഒരു ദൗത്യം പരാജയപ്പെട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇറാനിൽ 8.8 മുതൽ 10% വരെ ജനസംഖ്യയിൽ കുർദികളുണ്ട്. അഥവാ 80 മുതൽ 90 ലക്ഷം കുർദ് വിഭാഗമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. തുർക്കിയിൽ 15 മുതൽ 20% അവരുണ്ട്. അഥവാ 1.5 മുതൽ 2 കോടി ജനങ്ങൾ. അതായത് മൊത്തം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുർദിഷ് വിഭാഗമുള്ള രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. ഇറാഖിൽ 15 മുതൽ 20% വരെ, അഥവാ ജനസംഖ്യയിൽ 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ജനസംഖ്യ അവിടെ ഉണ്ട്. സിറിയയിൽ 8.10% വരെ, അഥവാ 20 മുതൽ 26 ലക്ഷം വരെ. അങ്ങനെ വലിയ രീതിയിലുള്ള വിപുലമായിരിക്കുന്ന ഒരു വിഭാഗമാണ് കുർദിഷ് എന്ന് പറയുന്നത്. അർമേനിയ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ കൂടി ഈ വിഭാഗങ്ങൾ ജീവിക്കുന്നു. അത് വ്യത്യസ്ത തരത്തിൽ ഇരട്ട പൗരത്വമുള്ളവരുണ്ട്, അവിടെ തന്നെ പൗരത്വം എടുത്തവരുണ്ട്, എന്നാൽ തൊഴിലിന് വേണ്ടി പോയവരുണ്ട്, ഇങ്ങോട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രവാസികളെ പോലെ നിൽക്കുന്നവരുണ്ട്. ഏകദേശം ലോകാടിസ്ഥാനത്തിൽ 3 മുതൽ 4 കോടി ജനസംഖ്യയുള്ള വിഭാഗമാണ് ഈ കുർദിഷ് വിഭാഗം എന്ന് പറയുന്നത്. സ്വന്തമായി കുർദിസ്ഥാൻ രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ അത്യന്തമായിരിക്കുന്ന ലക്ഷ്യം, ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള പോരാട്ടങ്ങളും പല രീതിയിലുള്ള സംഘർഷങ്ങളും വെടിവെപ്പുകളും മരണങ്ങളും നടന്നിട്ടുണ്ട്. തുർക്കിയിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി PKK അതവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇറാഖിൽ കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടി KDP അതവരുടെ പാർട്ടിയാണ്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ എല്ലാ രാജ്യത്തും അവർക്ക് അവരുടേതായിരിക്കുന്ന മേഖല ഉള്ളിടത്തെല്ലാം അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ചിലർ സ്വതന്ത്ര രാജ്യം വേണമെന്നും ചിലർ സ്വയംഭരണ പ്രദേശം വേണമെന്നും അവകാശപ്പെട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ജനസംഖ്യയുള്ള തുർക്കിയിൽ ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നാണ് പറഞ്ഞത്. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ സ്വയംഭരണ അവകാശം വേണമെന്നാണ് പറഞ്ഞത്. രാഷ്ട്രമാക്കാൻ മാത്രം ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇവർ വിഭാഗങ്ങൾ ചോദിച്ചാൽ ഇവർ സുന്നികളാണ് ഏറ്റവും കൂടുതൽ. അതാണ് ഏറ്റവും വലിയ വ്യക്തത. കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ജാതി പേരാണ്. അവർ ഏകദേശം നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ്. അതിൽ സുന്നികൾ 70 മുതൽ 80% വരെ സുന്നികളും 10 മുതൽ 15 വരെ ഷിയാക്കളും 15% വരെ ഷിയാക്കളും യസീദികളും ക്രിസ്ത്യാനികളും അലേവി വിഭാഗങ്ങളോട് ചേർന്നതാണ് കുർദിഷ് വിഭാഗം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികൾ വരെ ഉണ്ട് എന്ന് ചുരുക്കം. ഒന്നാം ലോക യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞു ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടെ കുർദിഷിന് പ്രത്യേക രാജ്യം നൽകുമെന്ന് ബ്രിട്ടനുമായിട്ടൊരു കരാറുണ്ടാക്കി. അതായത് ഓട്ടോമാൻ സാമ്രാജ്യം നിലനിൽക്കുന്ന, അത് തുർക്കിയാണ് ഇപ്പോൾ ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ആ കാലത്ത് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവർ അവിടുത്തെ തുർക്കി സർക്കാരുമായിട്ട്, അത് ഓട്ടോമാൻ സാമ്രാജ്യമായിട്ട് ഏറ്റുമുട്ടൽ സ്ഥിരം പതിവായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ഒന്നാം ലോക യുദ്ധം ഉണ്ടാകുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ ചില കരാറുകൾ ഈ കുർദിഷ് വിഭാഗവുമായിട്ട് ബ്രിട്ടൻ ഉണ്ടാക്കി. ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലൊക്കെ പുള്ളി ചതിയന്മാരാണ് എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ്. ചതിച്ചേ അവരെല്ലാ പ്രവൃത്തിയും ചെയ്യും, നേടുകയും ചെയ്യും. അവർക്കതിന് ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല, എന്തു ചെയ്യാം. ഇറാൻ പറഞ്ഞ കാര്യം കണ്ടല്ലോ, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല കാരണം മതവിരുദ്ധമാണ് എന്നൊരു പരാമർശം അവർ നൽകുന്നുണ്ട്. ആ രീതിയിലാണ് പരാമർശിക്കുന്നത്. മറ്റൊരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഇപ്പോൾ ഇറാനിലെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ആരാ യുദ്ധം തുടങ്ങിയത്? ഇസ്രായേൽ. ഇതിന് മുമ്പ് ആരാ തുടങ്ങിയത്? ഇസ്രായേൽ. ചതിക്കപ്പെട്ടതല്ലേ? ആണ്. ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ തന്നെ പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താ? ആ യുദ്ധം നടക്കുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവസാനഘട്ട ചർച്ച ഉള്ളത്. ആ ചർച്ചയ്ക്ക് 2 ദിവസം മുമ്പ് ഇസ്രായേൽ ആക്രമിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 2025 അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് പറയാം. ഈ ബ്രിട്ടന് പിന്നെ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയർ ജോർജ് ബുഷ്, അതായത് ഈ കുർദിഷ് മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇറാഖിൻ്റെ ബാഗ്ദാദ് കഴിഞ്ഞ് ബസറിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഇവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വിഭാഗമായിട്ടുള്ളത്. ഈ കുർദിഷ് വിഭാഗത്തിലാണ് രാസായുധം പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് സദാം ഹുസൈനെതിരെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കെമിക്കൽ അലി എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് പ്രയോഗിച്ചതെന്നൊക്കെ അന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായ ധൈര്യശാലികളും സൈനിക ശക്തിയുള്ളവരും എന്തും ചെയ്യാൻ തയ്യാറുള്ളവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നവരാണ്. ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ഈ വിഭാഗം ഈ മേഖലയിൽ വളരെ സജീവമായതോടുകൂടി ജോർജ് ബുഷ് എന്ത് ചെയ്തു? ഇവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കി. അത് അവരോട് പറഞ്ഞ കാര്യം, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. എവിടെ വരെ? ഇറാഖിൻ്റെ യുദ്ധാവസാനം വരെ. ഇവിടെ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രം ഞങ്ങൾ അനുവദിച്ചു തരും. നിങ്ങൾക്ക് അവിടുത്തെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെ കാര്യപ്പെട്ടവരൊക്കെ നിയമിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവർ ആദ്യം ഓട്ടോമാൻ സാമ്രാജ്യ കാലത്ത് ബ്രിട്ടീഷുകാർ പറ്റിച്ചത് മറന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? ജോർജ് ബുഷുമായിട്ടൊരു കരാറുണ്ടാക്കി. അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ രാജ്യം കൊള്ളാം എന്ന നിലപാടിലേക്ക് എത്തി. അങ്ങനെ ഭരണം അട്ടിമറിഞ്ഞ് പുതിയ ഭരണ സംവിധാനം വന്നതോട് കൂടിയിട്ട് ജോർജ് ബുഷ് കാലുമാറി. രാജ്യമായിട്ട് നൽകാൻ വേണ്ടി പറ്റില്ല, സ്വയംഭരണാവകാശം പോലുള്ള സംവിധാനമല്ലാത്ത രീതിയിൽ നൽകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാലുമാറി. ഇതിൻ്റെ 3ാമത്തെ വേർഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇസ്രായേൽ എങ്ങനെ പറയുന്നു? ഇറാൻ്റെ അകത്ത് കുർദിഷ് രാഷ്ട്രം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ ഉണ്ടാക്കിത്തരും. ഭരണം വീണാൽ പിന്നെ അവർ പറയുന്ന പോലെ അല്ലേ വരിക. ജപ്പാൻ 2ാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോട് കൂടിയിട്ട് പിന്നീട് അവിടെ ഭരണ സംവിധാനത്തിൽ പോലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ബേസ്, ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയ അമേരിക്കൻ ബേസ് ജപ്പാനിലുണ്ട്. 1 കിലോമീറ്ററിലെങ്കിലും ചുറ്റളവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യുദ്ധവിമാനം കഴിഞ്ഞ പ്രാവശ്യം പൊന്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. 35 മണിക്കൂർ പറന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെട്ടത് ഈ ജപ്പാൻ എന്ന് പറയുന്ന 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തിയ മേഖലയിൽ നിന്നാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തു? 3ാം ഘട്ടം ചതിക്കാൻ ഞങ്ങളില്ല, ഇതിനേക്കാളും നല്ലത് ഇറാനികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിലെ ആയത്തുള്ള അലി ഖംനായെ വധിക്കപ്പെട്ടതിൽ ഇവർക്ക് എല്ലാവർക്കും നിരാശയുണ്ട്. ഇവർ സുന്നികളും ഷിയാക്കളും തന്നെയാണ് ഈ വിഭാഗത്തിലുള്ളത്. അത് ചെയ്തതാരാണ്? ഇസ്രായേലും അമേരിക്കയും കൂടിയാണ്. അപ്പോൾ അവർ ആ ചതിയന്മാരോടൊപ്പം ചേർക്കാതെ ഞങ്ങൾ ചതിക്കപ്പെടും. അതുകൊണ്ട് ഇറാൻ ഇവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ രൂപത്തിലെത്തിയിട്ടുണ്ട്. ഏത് കാര്യമാണെന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ഞങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് കുർദുകൾ പറയുകയും ചെയ്തു. ഫലസ്തീനെ പോലെ രാജ്യമില്ലാത്ത ജനതയാണ് കുർദുകൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇറാഖിൽ സ്വതന്ത്രമായ രീതിയിൽ പാർലമെൻ്റ് ഉണ്ട്, സൈന്യമുണ്ട്, സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ എന്തില്ല? രാജ്യമില്ല. ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ സ്വതന്ത്രമായ രീതിയിലുള്ള പാർലമെൻ്റ് ഉണ്ട്, സർക്കാരുണ്ട്, സംവിധാനമുണ്ട്. ലോകാടിസ്ഥാനത്തിലൊക്കെ എംബസിയും കോൺസുലേറ്റും ഉണ്ട്. ഇന്ത്യയിലും എംബസി ഉണ്ട്, നമുക്കറിയാൻ പറയും ഫലസ്തീനിൽ. പക്ഷേ എന്താ സ്ഥിതി? രാജ്യമല്ല. അവിടെ ഒരു വിമാനത്താവളം പോലും സ്വന്തമായിട്ടില്ല. രാജ്യമല്ല. അപ്പോൾ ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ചുരുക്കം. ഇറാൻ സർക്കാരിനെതിരെയും ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ കുർദ് വിഭാഗം സമരം നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ സമരം നടത്തിയത് ഈ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇറാഖിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ സദാം ഹുസൈൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നടന്ന ഒരു പ്രക്ഷോഭമുണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഇറാനിൽ നടന്നത്. 2022 കുർദിഷ് യുവതിയാണ് മഹ്സ അമീനി എന്ന് പറയുന്നത്. മഹ്സ അമീനിയുടെ ശിരോവസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടതോടുകൂടി അത് മഹാപ്രക്ഷോഭമായിട്ട് മാറി. രാജ്യത്തെ മുഴുവൻ കീഴടക്കുന്ന തരത്തിലായിരുന്നു ആ പ്രക്ഷോഭം. 31 പ്രവിശ്യയെ ബാധിച്ചു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടു. സ്വതന്ത്രമായിരിക്കുന്ന പരമാധികാരത്തിന് വേണ്ടിയിട്ട്, അതായത്
സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തങ്ങളത് പോരാടും, പ്രക്ഷോഭകാരികളൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രക്ഷോഭം 2022 തുടങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം കുർദിഷ് യുവതിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് അടിച്ചൊതുക്കി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ഇവരെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇറാൻ്റെ അവർ പറഞ്ഞത് തന്നെ എങ്ങനെയാണ്, ആയത്തുള്ള അലി ഖംനായിയെ ഈ അമേരിക്ക കൊലപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഏറെക്കുറെ ഇവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. കുർദിഷ് വിഭാഗത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ സ്വയംഭരണം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ മാറാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ എന്തായിട്ടില്ല, അവർ ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ രാഷ്ട്ര നേതാവ് തന്നെയാണ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്നത്. എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം എന്ന് അവരോട് തന്നെ പറയപ്പെട്ടു എന്നതാണ്. 1984 മുതൽ തുർക്കിയിലെ വ്യത്യസ്തമായിരിക്കുന്ന പ്രക്ഷോഭം നടക്കുന്നതിനോടനുബന്ധിച്ച് അതിന് പിന്തുണ പറഞ്ഞുകൊണ്ട് ഇറാനിൽ പ്രക്ഷോഭ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സ്വയംഭരണ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രമല്ലാത്ത രീതിയിൽ അവരുടെ ഏരിയകൾ തിരിച്ചുകൊണ്ട് സ്വയംഭരണം അവകാശം പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാമെന്നോ അതല്ലെങ്കിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം നിങ്ങളുടെ പേരിൽ ഞങ്ങൾ നടത്തും, ഏതുപോലെ അറേബ്യൻ രാജ്യങ്ങൾ നടത്തിയ പോലെയുള്ള രൂക്ഷമായിരിക്കുന്ന സൈനിക പ്രയോഗങ്ങൾ നിങ്ങൾക്ക് നേരെ നടത്തും എന്നോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിനോടൊപ്പവും അമേരിക്കയോടൊപ്പവും അവർ ചേരില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.